കേരളത്തിലെ ചാനൽ വന്നതിന് ശേഷമാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സജീവമായിട്ട് മറ്റേ കർണാടക ചാനൽ വരെ വരുന്നത്. ഇതിന് നമ്മളതിലും എന്താ പറഞ്ഞാൽ ഡ്രൈവർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏത് മന്ത്രി ആയിക്കോട്ടെ, ഒരേ പരിഗണനയാണ് ഒരു അപകടം നടക്കുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ അത് ഇല്ല. എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ ഡ്രൈവർക്കാണോ ഇത്ര ഇൻഫ്ലുവൻസ്, അതോ ഡ്രൈവർക്കാണോ? ഇത്ര മാത്രം എന്താ പറയുക, മുഖ്യമന്ത്രി വിളിക്കുന്നു, മന്ത്രിമാർ വിളിക്കുന്നു, പ്രതിപക്ഷ നേതാക്കന്മാർ വിളിക്കുന്നു. ഇതെന്താ ഇത്ര ഇങ്ങനെ? ഇവരതിൽ ഇതൊന്നും ഇവർ കണ്ടിട്ട് പോലും ഇല്ല. ഇത് ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്ര മാത്രം വിളികൾ വരുന്നത്. പല ഭാഗത്തുനിന്ന് വിളി വരികയാണല്ലോ. അപ്പോഴാണ് വലിയ നെട്ടിയത്. ഇവരെല്ലാം കഴിഞ്ഞ് വിചാരിച്ചിരിക്കുക, ഇനി പോയി എന്നുള്ള ലെവലിൽ നിൽക്കണോടുന്നാണ് ഇത് കളി മാറുന്നത്. എന്താണ് കേരളമെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഡ്രൈവറായ മനാഫിന്റെ ഈ വാക്കുകൾ. അർജുനെ കാണാതായി 100 മണിക്കൂറുകൾ പിന്നിടുകയാണ്. രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും അർജുന്റെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം തന്നെയാണ് ത്വരിതമായ രീതിയിലുള്ള അന്വേഷണം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത്. വേഗത കുറവാണ്. ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് നമുക്ക് അവനെ കാണാനും അവനെ ജീവനോട് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5:30 തുടങ്ങുന്നതായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത്. പക്ഷെ 5:30 തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. അർജുനെ കാണാതായിട്ട് 5 ദിവസങ്ങൾ പിന്നിട്ടു. തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ അനാസ്ഥയും പ്രകടമായിരുന്നു. അർജുനെ കാണാതായി പോലീസിൽ പരാതി നൽകിയിട്ടും FIR എടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല കാര്യക്ഷമമായ രീതിയിലുള്ള തിരച്ചിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഇവർ പറഞ്ഞൊരു 100 മീറ്റർ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ കണ്ടിട്ട് 100 മീറ്റർ ഇല്ല. പക്ഷേ ഇവരോട് സാങ്കേതികത്തായിരിക്കും. എത്ര ഉണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പായി പറയാൻ പറ്റില്ല. 100 മീറ്റർ ഇല്ല, എൻ്റെ അറിവിലൊരു 100 മീറ്റർ ഇല്ല. എന്നാലും ഉണ്ട്, മണ്ണുണ്ട്. ഈ മണ്ണ് എടുത്ത് മാറ്റിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്കരം തന്നെയാണ്. അതിൽ നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നും നാളെയും കൂടി കിട്ടുമോ എനിക്കറിയില്ല. അവൻ്റെ വണ്ടി എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഭാഗം മണ്ണെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് MP-യായ MK രാഘവനെയും അർജുന്റെ കുടുംബം സമീപിച്ചതാണ്. എന്നാൽ കൃത്യമായ ഇടപെടൽ MK രാഘവന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, കേരള സർക്കാർ ഇടപെടുന്നത് വരെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിരുന്നില്ല. 4-ാം ദിവസമാണ് മാധ്യമങ്ങളിൽ പോലും വാർത്ത ശ്രദ്ധ നേടുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥ തലത്തിൽ കർണാടക സർക്കാരിൽ ഇടപെടൽ നടത്തുകയായിരുന്നു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കർണാടക സർക്കാരിലും സമ്മർദ്ദം ശക്തമാക്കിയതിന് ശേഷമാണ് തെരച്ചിലിന് ജീവൻ വെക്കുന്നത്. തെരച്ചിൽ നടക്കുന്ന ഉത്തര കന്നഡയിലെ ഷിരൂരിൽ എത്തിയ അർജുന്റെ ഭാര്യ സഹോദരനാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന് പോലും പറയുന്നത്. ഇതോടെ ഗതാഗത മന്ത്രി ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ തുടങ്ങുകയായിരുന്നു. കർണാടക ഗതാഗത മന്ത്രിയും ബന്ധപ്പെട്ടിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ നേതാക്കളും തിരച്ചിൽ ഊർജിതമാക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് പിന്നീട് കണ്ടത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടുകയായിരുന്നു. അതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ADGP ഹിതേന്ദ്രയോടും IG-യോടും അപകടം നടന്ന സ്ഥലത്തേക്ക് ഉടനടി പോകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കർണാടകയിലെ മലയാളിയായ മന്ത്രി ജോർജും ഏകോപന ചുമതല ഏറ്റെടുത്തു. വാർത്തകളിലെ ഇടപെടലിന് പിന്നാലെ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യത്തിന് പിന്നീട് ജീവൻ വെച്ചു. ഒരുപക്ഷെ അപകടം നടന്ന ദിവസം മുതൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഇടപെടൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ സാധിച്ചേനെ. അർജുനെ കാണാതായ സ്ഥലത്ത് നിന്നും ആദ്യം GPS സിഗ്നൽ ലഭിച്ചിരുന്നു. സംഭവത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘടകമായിരുന്നിട്ടും കർണാടക പോലീസ് ആ സാധ്യതയെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോഴും JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുക എന്ന തീർത്തും പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിരുന്നു കർണാടക സർക്കാരിന്റെ ശ്രമം. ഇന്ന് രാവിലെ 5:30 ആരംഭിക്കും എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് 6 മണിയോടുകൂടിയാണ്. എന്നാൽ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുന്റെ കുടുംബാംഗങ്ങളോ മാധ്യമപ്രവർത്തകരെയോ സംഭവ സ്ഥലത്തേക്ക് പോലീസ് കടത്തിവിട്ടിരുന്നുമില്ല. രക്ഷാപ്രവർത്തനം തുടങ്ങാത്തത് മൂലമാണ് ആരെയും അന്നേരം കടത്തിവിടാതിരുന്നത് എന്നുള്ളതാണ് അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം. ഒരാളെ കാണാതായി കൃത്യസമയത്ത് പരാതി ലഭിച്ചിട്ടും വേണ്ടത്ര എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടും രക്ഷാപ്രവർത്തന പോലീസ് മുതിരാതിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ്. കേരള സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന് ശേഷം മാത്രമാണ് ഒരു ചുവടെങ്കിലും മുന്നോട്ട് വെക്കാനായി കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടാകുന്നത് പോലും. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ആമഴിഞ്ചാൻ തോട്ടിൽ ജോയ് എന്ന തൊഴിലാളിയെ കാണാതായത്. എന്നാൽ അദ്ദേഹത്തെ കാണാതായ ആ നിമിഷം മുതൽ കണ്ണിമ വെട്ടാതെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കേരള സർക്കാർ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി എന്തെല്ലാം സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുമോ ആ സാധ്യതകളെല്ലാം തന്നെ കേരള സർക്കാർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ കർണാടക പോലുള്ള ഒരു സ്ഥലത്ത് ദേശീയപ്രസ്ഥാനമായ കോൺഗ്രസിന്റെ ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ലഭ്യമായിരുന്നിട്ടും കൃത്യമായ ഇടപെടൽ നടക്കുന്നില്ല.
അർജുന്റെ ജീവൻ രക്ഷിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരുന്നു സർക്കാർ ആദ്യം നൽകിയിരുന്നത്. 3 ദിവസമായി മണ്ണിടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജോലി പതുക്കെയാക്കിയത്. എന്നാൽ വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നുമില്ല. രാത്രിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. വെളിച്ചക്കുറവുണ്ട് എന്നതായിരുന്നു പോലീസിന്റെ ന്യായീകരണം. എന്നാൽ വെളിച്ചത്തിനുള്ള സംവിധാനം നാട്ടുകാർ ഒരുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയതുമില്ല. ഇതിനെല്ലാം പുറമെ അർജുന്റെ ഫോൺ ഇന്ന് ഓണായതും വ്യാഴാഴ്ച 2 തവണകളായി ഫോൺ ഓണായതും അത്ര കണ്ട് പ്രാധാന്യത്തോടെ സമീപിക്കേണ്ട ഘടകമായിരുന്നിട്ടും സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അങ്ങേയറ്റം ദയനീയം തന്നെയാണ്. എന്നാൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപക്ഷെ നീക്കുപോക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.